സൊല്യൂഷൻസ്, ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? അപ്പൊ ഇതാ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് റേറ്റ് കോൺസ്റ്റന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ 1 മാർക്കിന് എക്സാംസിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി ആ 1 മാർക്ക് നമുക്ക് പോവില്ല, അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. മക്കളെ, ഏത് nth ഓർഡർ റിയാക്ഷൻ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, 0 ആയിക്കോട്ടെ, 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, ഏത് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലും അതിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ദാ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ മോൾ റേസ് ടു 1 മൈനസ് n l റേസ് ടു n മൈനസ് 1 s ഇൻവേഴ്സ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? മോൾ റേസ് ടു 1 മൈനസ് n l റേസ് ടു n മൈനസ് 1 s ഇൻവേഴ്സ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാ നമുക്ക് 0 ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് നോക്കാം. 0 ഓർഡർ. ഓക്കെ, അപ്പൊ മിസ്സിന്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. 0 ആണെങ്കിൽ എങ്ങനെ വരും? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മോൾ റേസ് ടു 1 മൈനസ് n l റേസ് ടു n മൈനസ് 1 s ഇൻവേഴ്സ് ആണ് അല്ലെ? അപ്പൊ എന്ത് വരും? മോൾ റേസ് ടു 1 മൈനസ് 0 l റേസ് ടു 0 മൈനസ് 1 s ഇൻവേഴ്സ് അല്ലെ? അതായത് ഇറ്റ് ഈസ് മോൾ L ഇൻവേഴ്സ് S ഇൻവേഴ്സ്, മോൾ L ഇൻവേഴ്സ് S ഇൻവേഴ്സ്. അപ്പോൾ മോൾ L ഇൻവേഴ്സ് S ഇൻവേഴ്സ് ആണ് 0 ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ്. ഇനി ഫസ്റ്റ് ഓർഡറിന്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ഓർഡർ, സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ എന്താണ്? ദാ ഇത് തന്നെ ചെയ്യാം അല്ലെ? ഇവിടെ n എന്നുള്ളടത്ത് എന്ത് കൊടുക്കുക? ഏതാണ് ഓർഡർ എന്ന് കൊടുക്കുക കേട്ടോ. n എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ്, എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ്. അപ്പൊ ഓർഡർ കൊടുത്താൽ മതി. അപ്പൊ മോൾ റേസ് ടു 1 മൈനസ് 1 l റേസ് ടു 1 മൈനസ് 1 s ഇൻവേഴ്സ് എന്ത് കിട്ടും? മോൾ റേസ് ടു 0 l റേസ് ടു 0 s ഇൻവേഴ്സ്. മോൾ റേസ് ടു 0യും l റേസ് ടു 0 ഒക്കെ നമുക്ക് അറിയാം അല്ലെ? 1 ആണ് വരിക. സോ 1 ഇൻറ്റു s ഇൻവേഴ്സ് എന്താണ്? s ഇൻവേഴ്സ്. അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്തായിരിക്കും ഇവിടെ? s ഇൻവേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ സെക്കൻഡ് ഓർഡറിനെ ഒന്ന് കണ്ടുപിടിച്ചേ. സെക്കൻഡ് ഓർഡറിന്റെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. മോൾ റേസ് ടു 1 മൈനസ് 2 l റേസ് ടു 2 മൈനസ് 1 s ഇൻവേഴ്സ് അല്ലെ? അപ്പൊ നമുക്കറിയാം മോൾ l ഇൻവേഴ്സ് അല്ലെ? മോൾ റേസ് ടു 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? മോൾ റേസ് ടു മൈനസ് 1 ആണ് വരിക. ആൻഡ് l റേസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? l ആയിരിക്കും വരിക അല്ലെ? പിന്നെ s ഇൻവേഴ്സ്. അപ്പൊ മോൾ ഇൻവേഴ്സ് l s ഇൻവേഴ്സ് എന്നാണ് വരിക. മോൾ ഇൻവേഴ്സ് l s ഇൻവേഴ്സ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഇത്തവണയും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. The unit of rate constant of a 0 order chemical reaction അല്ലെ? 1 മാർക്കിന് എക്സാമിൽ എപ്പോഴും ഫസ്റ്റ് ചോദ്യമൊക്കെ ആയിട്ട് വരുന്നതാണ്. 0 ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് നമ്മൾ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ അല്ലെ? മോൾ L ഇൻവേഴ്സ് S ഇൻവേഴ്സ്. ഓക്കെ, റെഡി? യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the unit of rate constant of a first order chemical reaction. 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഏതാടാ? S ഇൻവേഴ്സ്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ് മക്കളെ. ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് 1.2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 5 S ഇൻവേഴ്സ് ആണ്. റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഓർഡർ ഏത്? ഓക്കെ, സോ ഇതിന്റെ ഓർഡർ ഏതാണെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.